بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم സമ്മേളന പ്രഭയാലെ സിറാജുൽ ഹുദാ ഇരുപതാണ്ടിൻ തിളക്കത്താൽ ജ്വലിക്കുന്നിതാ. ജനുവരി 29 ആരംഭവും 31 സുദിനമിൽ അന്ന് സമാപനവും സാദാത്തുക്കൾ ഉലമകൾ ഒരുമിക്കും ദിനവും പോരൂ സോദരരെ അജബും കണ്ട് മടങ്ങിടാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر. ബഹുമാനികളെ, ഭാഷയും സംസ്കാരവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രഭാഷണം മാത്രമാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിൽ നാദാപുരം, കുറ്റ്യാടി, പാറക്കടവ്, മേപ്പയ്യൂര്, പേരാമ്പ്ര, തൂവക്കുന്ന്, പെരിങ്ങത്തൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തെ സംബന്ധിച്ച്, ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച്, മറ്റ് ഭാഷകളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു ചെറിയ വിവരണം ഇസ്ലാമിക സിദ്ധാന്തവും ഇസ്ലാമിക പ്രമാണവും അനുസരിച്ചും ചരിത്ര പശ്ചാത്തലം അനുസരിച്ചും മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ഇങ്ങനൊരു പരിപാടി ഏകദേശ സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ മനുഷ്യൻ വളരെ വിശദമായി അവന്റെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ, സംസാരിക്കാൻ വളരെ ഭംഗിയായി സാധിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. വാസ്തവത്തിൽ ലോകത്തുള്ള എല്ലാ ജീവികളും ആശയവിനിമയം നടത്തുന്നുണ്ട്, അതിൽ സംശയം ഇല്ല. ജീവികളെ സംബന്ധിച്ച് പഠിച്ചവർ അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. തേനീച്ചകൾക്ക് അതിന്റെ വിവരങ്ങൾ നൽകുന്നുണ്ട്. അത് ഡാൻസ് ചെയ്തുകൊണ്ടാണ്, നൃത്തം ചെയ്തുകൊണ്ടാണ് തേനീച്ചകൾ മറ്റ് തേനീച്ചകൾക്ക് വിവരം കൈമാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല, അത് അതിന്റെ ഭാഷയാണ്. ചില ഉറുമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ സ്വകാര്യം പറയുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഒരു ഉറുമ്പ് വേറൊരു ഉറുമ്പിനോട് സ്വകാര്യം പറയും. അപ്പോൾ ആ ഉറുമ്പ് ചിലപ്പോൾ തിരിച്ചുപോയി എന്നൊക്കെ വരും. നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. ഇതുപോലെ എല്ലാ ജീവികൾക്കും സംസാരം ഉണ്ട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നമുക്ക് പക്ഷിയുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പക്ഷിയുടെ ഭാഷ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ പക്ഷി എന്താണ് സംസാരിക്കുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് മനസ്സിലാക്കാൻ സാധിക്കും. അത് അല്ലാഹു തആല കൊടുത്ത ഒരു പ്രത്യേകമായ അറിവാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, മാലീല അറൽ ഹുദ്ഹുദ. ഒരു ദിവസം നോക്കുമ്പോൾ മരംകൊത്തി പക്ഷി, ഹുദ്ഹുദ എന്ന് പറയുന്ന പക്ഷി, ആ പക്ഷിയെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവരുടെ കൂടെ കാണുന്നില്ല. ആ പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഉദ്യോഗസ്ഥനായി. എന്താണ് മൂപ്പരുടെ ഡ്യൂട്ടി? മൂപ്പരുടെ ഡ്യൂട്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീണ്ട യാത്ര ചെയ്യുന്ന ആളാണ്. അതിന് മഹാനവറുകൾക്കുള്ള വാഹനം കാറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു മാസം പോകാനുള്ള വൈദൂരം കാറ്റ് വളരെ ചെറിയ സമയം കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കാറ്റ് പ്രത്യേകമായി അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തത് കൊണ്ട് കാറ്റിലൂടെ വളരെ സ്പീഡിൽ യാത്ര ചെയ്തിരുന്ന, വായുവിലൂടെ പറന്ന പ്രവാചകരാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒതുവെടുക്കണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, കുടിക്കണമെങ്കിൽ വെള്ളം ആവശ്യമായി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു കിണർ അവിടെ കുഴിക്കും. അത് കുഴിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ കിണർ കുഴിക്കുന്ന ആളുകൾ ഉണ്ട്. ഏത് ആള്? മനുഷ്യന്മാരല്ല, ജിന്നുകൾ ആണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിന്നുകളെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ വളരെ പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജിന്നുകൾ. പരിശുദ്ധ ഖുർആൻ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിൽ കടലിൽ മുങ്ങിയിട്ട് രത്നം എടുത്തു കൊടുക്കുന്ന ജിന്നുകൾ ഉണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന, നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ജിന്നുകൾ ഉണ്ട്. അങ്ങനെ തമാഥീല വ മഹാരീബ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പല രൂപങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന ജിന്നുകൾ ഉണ്ട്. വലിയ ബിൽഡിങ്ങുകൾ കെട്ടിക്കൊടുക്കുന്ന ജിന്നുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ജിന്നുകൾ ഉണ്ട്. ആ ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളം ആവശ്യമുണ്ടായാൽ പെട്ടെന്ന് കിണർ കുഴിച്ച് വെള്ളം കൊടുക്കും. പക്ഷേ ഈ വെള്ളം ഉള്ള സ്ഥലം കിണർ കുഴിക്കാൻ വേണ്ടി സ്ഥലത്തിന് കിണറ്റിന് കുറ്റിയിട്ട് കൊടുക്കണമല്ലോ. സ്ഥലം നിർണയിച്ചു കൊടുക്കുക, അതിന് കുറ്റിയിട്ട് കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ സ്ഥലം നിർണയിച്ചു കൊടുക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷിയാണ്. ആ പക്ഷിയാണ് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഈ മരംകൊത്തി പക്ഷി. നമുക്ക് തന്നെ അറിയാം, ഈ മരംകൊത്തി പക്ഷിക്കൊരു സ്വഭാവമുണ്ട്.
ചില മരത്തിന്റെ മേലെ കയറിയിട്ട് മൂപ്പർ ഇങ്ങനെ കൊത്തുന്നത് കാണാം. എന്തിനാണ് നമുക്കറിയില്ല. കുറെ കഴിഞ്ഞാൽ മൂപ്പർക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് അതിനാവശ്യമുള്ള ഭക്ഷണവും സാധനവും ഒക്കെ കിട്ടും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള സാധനം മേലെ നിന്ന് നോക്കി കാണാനുള്ള ഒരു പ്രത്യേകമായ പ്രകൃതിപരമായ കഴിവ് ഈ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷിക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും തുല്യമായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാമല്ലോ. വലിയ കേസ്, ഒരു കൊലക്കേസ്, അതുപോലത്തെ കേസ് വന്നാൽ, വലിയ കളവ് കേസൊക്കെ വന്നാൽ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാറിൽ വന്ന് ഇറങ്ങുമ്പോ വലിയ ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു നായയും ഇറങ്ങുന്നത് കാണും. പോലീസ് നായ. ആ നായക്ക് മനുഷ്യന് ഇല്ലാത്ത പ്രകൃതികമായ ചില കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. മനുഷ്യന് നൽകിയിട്ടില്ലാത്ത ചില കഴിവുകളുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ഒരു കളവ് കേസ് അല്ലെങ്കിൽ കൊലക്കുറ്റമൊക്കെ നടന്ന സ്ഥലത്ത് നായ വന്നാൽ ആ നായ ചിലപ്പോ സ്ഥലമൊക്കെ ഒന്നും നോക്കി മണത്ത് ഒരൊറ്റ ഓട്ടം ഓടി ഒരു കുളത്തിന്റെ അടുത്ത് ചെന്ന് കുളത്തിന്റെ 4 ഭാഗത്ത് മൂപ്പരൊന്ന് കറങ്ങി, എന്നിട്ട് കുളത്തിന്റെ ഒരു പടിയിൽ വെള്ളത്തിൽ അങ്ങോട്ട് ഇറങ്ങി മൂപ്പര് കയറിങ്ങി പോന്നാൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഈ കുളത്തിലൊന്ന് മുങ്ങി നോക്കണം, തപ്പി നോക്കണം. അപ്പൊ കുളത്തിൽ തപ്പി നോക്കിയപ്പോ ചോരവരണ്ട കത്തിയും സാധനങ്ങളൊക്കെ കിട്ടി. അപ്പൊ കണ്ടോ, ഇത് നായന്റെ കറാമത്തല്ല, ഇത് നായന്റെ മുഅ്ജിസത്തല്ല, ഇത് നായക്ക് പ്രകൃതിപരമായി അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു കഴിവ്. ആ കഴിവ് വികസിപ്പിച്ച് എടുത്ത് അത് ഉപയോഗപ്പെടുത്തിയതാണ് മനുഷ്യൻ. അപ്പൊ ഓരോ ജീവികൾക്കും പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ചില കഴിവുകൾ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കോഴി ചിലപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് മൂപ്പര് 2 കാലം കൊണ്ട് ഇങ്ങനെ മാന്തി, കുറെ മാന്തി കഴിയുമ്പോ അത് അതിന്റെ ചുവടെന്ന് ചെതലുറുമ്പ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾ കാണും. അപ്പോ കോഴിക്ക് അങ്ങനെ ചില കഴിവുകൾ ഉണ്ട്. അതുപോലെ മരംകൊത്തി പക്ഷിക്ക് ചില കഴിവുകൾ ഉണ്ട്. അല്ലാഹു തആല കൊടുക്കുന്ന ചില കഴിവുകൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിലുള്ള ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി, ആ പക്ഷി വെള്ളം ഉള്ളത് എവിടെയാണ് എന്ന് മാർക്ക് ചെയ്തു. അവിടെ ജിന്നുകൾ പെട്ടെന്ന് കിണർ കുഴിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളം ലഭിക്കും. ഒരു ദിവസം ഈ പക്ഷിയെ കാണാതെയായപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാലി ലാ അറൽ ഹുദ്ഹുദ, എന്തേ ഈ പക്ഷിയെ കാണാത്തത് എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത് ശരിയായ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഠിനമായ ശിക്ഷ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ആ പക്ഷി വന്നു. പക്ഷി വന്നിട്ട് പറഞ്ഞു, ഞാൻ ജീതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, ഞാൻ സബഇൽ നിന്ന് വരികയാണ്, ഒരു വലിയ റിപ്പോർട്ടുമായിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയും ആളുകളും അവർ സൂര്യനെ ആരാധിക്കുന്നവരാണ്. ആ രാജ്ഞിയുടെ ആളുകളൊക്കെ രാജ്ഞിയെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. വലഹ അർസുൻ അളീം, ആ രാജ്ഞിക്ക് വലിയ ഒരു സിംഹാസനം ഉണ്ട്, വലിയ കൊട്ടാരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പക്ഷി വിവരണങ്ങൾ നൽകി. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നീ പറഞ്ഞത് ശരിയാണോ, ഞാൻ പരിശോധിക്കും, ഞാനൊരു കത്ത് നിന്റെ അടുത്ത് തരും, എന്നിട്ട് അതിന്റെ മറുപടി എന്താണെന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ആ രാജ്ഞിക്ക് കത്ത് കൊടുത്തയച്ചു. അതാണ് ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹു മിൻ സുലൈമാന, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള കത്ത് എന്ന് ഫ്രം അഡ്രസ് എഴുതി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. എന്നിട്ട് നിങ്ങളെല്ലാം എനിക്ക് കീഴ്പ്പെട്ട് എന്റെ മുന്നിലേക്ക് നിങ്ങൾ വരണം, നിങ്ങൾ ഈ സത്യം സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുത്തയച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടാൻ പറ്റാത്ത സൈന്യവുമായി ഞാൻ വരും എന്ന് സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം വിവരം നൽകി. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അത് വലിയ ചരിത്രമാണ്. എന്റെ വിഷയം പക്ഷിക്ക് ഭാഷയുണ്ട് എന്നുള്ളത്. ആ പക്ഷിയുടെ ഭാഷ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. പക്ഷിയുടെ ഭാഷ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ കാണുന്നില്ലേ കോഴി, ഒരു കോഴി, ആ കോഴി മുട്ടയുടെ മേലെ അടയിരുന്ന് അങ്ങനെ കോഴിക്കുട്ടികൾ പുറത്തു വരുമ്പോൾ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വീട്ടിൽ കോഴിയെ വളർത്തലും കോഴിന്റെ മുട്ട പടക്കോഴിക്ക് ഈറ്റിക്കാഫിരിക്കാൻ വേണ്ടി കൊണ്ടുവച്ചു കൊടുക്കലും, എന്നിട്ട് ആ കോഴിക്കുട്ടി പിന്നീട്
പുറത്തേക്ക് മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരലും, അതിനെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞാനൊക്കെ കുറെ ഇങ്ങനെ തെളിച്ച് നടന്ന് കോഴിയെ പൊറ്റിയത് ഉമ്മാന്റെ കൂടെ എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. ഈ കോഴിക്കുട്ടി മുട്ടയിൽ നിന്ന് വന്ന അന്ന് തന്നെ അത് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. അത് ഓരോന്നിനും അല്ലാഹു കൊടുക്കുന്ന പ്രകൃതിയാണ്. നമ്മൾ മനുഷ്യന്മാര് ഈ എത്ര വലിയ ആഗോള പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണെങ്കിലും അവന്റെ കുട്ടി പ്രസവിച്ചാൽ അന്ന് ഓടുകയില്ല, ചാടുകയില്ല, നടക്കുകയില്ല, കുടിക്കുകയില്ല, തിന്നുകയില്ല. മുല കുടിക്കണമെങ്കിൽ തന്നെ എടുത്തിട്ട് മുല വായിലിട്ട് കൊടുത്തിട്ട് മെല്ലെ പീഞ്ഞ് എല്ലാം കൂടി കുടിപ്പിക്കണം. അല്ലാതെ സ്വന്തത്തിൽ ഓടാനും ചാടാനൊന്നും മനുഷ്യന് കഴിയൂല. അതേസമയത്ത് ചെറിയ മുട്ടന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കോഴി അത് മൂപ്പര് പുറത്തു വന്ന അന്ന് തന്നെ മൂപ്പര് ഓടലും ചാടലും ഒക്കെ കഴിഞ്ഞു. അല്ലാഹു തആല കൊടുക്കുന്ന ഓരോ കഴിവുകൾ ആണ്. ആ കോഴിക്കുട്ടി ഇതിന്റെ തള്ള ഒരു പരിന്തിനെ കണ്ടിട്ട് ഒരു വലിയ ശബ്ദം ശബ്ദിച്ചാൽ എല്ലാ കോഴിക്കുട്ടികളും കോഴിയുടെ ചിറകിന്റെ ഉള്ളിൽ വന്ന് സുരക്ഷിതമായി. അതേസമയത്ത് കുറച്ച് അരിമണിയോ ചെതലുറുമ്പോ കണ്ടിട്ടൊരു ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചാൽ എല്ലാ കോഴിക്കുട്ടിക്കും മനസ്സിലായി അമ്മണ്ട് ക്യാൻറ്റീനിൽ നിന്ന് ബെല്ലടിക്കുന്നതെന്ന് മനസ്സിലായി. എല്ലാ കോഴിക്കുട്ടികളും വന്ന് തിരക്ക് കൂട്ടി ഭക്ഷണം കഴിക്കാതെ. അപ്പൊ അമ്മയുടെ ഓരോ ശബ്ദത്തിന്റെയും അർത്ഥം വേർതിരിച്ച് ഈ കോഴിക്കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോഴിക്കുട്ടികൾ LKG-യിലും പോയിട്ടില്ല, UKG-യിലും പോയിട്ടില്ല, 1ാം ക്ലാസ്സിലും പഠിച്ചിട്ടില്ല, ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടില്ല. പക്ഷേ അന്ന് തന്നെ മൂപ്പർക്ക് ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലായി. അമ്മയുടെ ഭാഷ അന്ന് തന്നെ കോഴിക്കുട്ടികൾക്ക് മനസ്സിലായി. അല്ലേ? നേരെ മറിച്ച് നമ്മളെ കുട്ടികളെ 1ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്തിട്ട് മദ്രസയിലെ ഉസ്താദ് എടാ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റിക്കണം കേട്ടോ, ഇജിലിസ് പറയുമ്പോൾ ഇരിക്കണം കേട്ടോ, അല്ലെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിൽക്കണം കേട്ടോ, സിറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കണം കേട്ടോ എന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തു? ടീച്ചർ സ്റ്റാൻഡ് തന്നെ കുട്ടികൾ ഇരുന്നിടത്തുണ്ടാവും. സിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിന്നിടത്തിലോ ഇരുന്നിടത്തോ എങ്ങനെയുള്ള പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിന്നിടത്തുണ്ടോ പഠിപ്പിച്ചു കൊടുക്കാതെ മനസ്സിലാവില്ല നമ്മളെ കുട്ടി. കോഴിക്കുട്ടിക്ക് ആരും ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിന്റെ വടകര ഏതെങ്കിലും കോഴിക്കുട്ടികൾക്ക് ഏതെങ്കിലും പൂവൻകോഴിയോ പടക്കോഴിയോ ഏതെങ്കിലും ആളുകൾ വന്നൊരു ക്ലാസ് എടുത്തു കൊടുത്തതായി കേട്ടിട്ടുണ്ടോ? ആ കോഴിക്കുട്ടികൾക്ക് അതിൻ്റെതായ ഭാഷകൾ അത് വന്ന അന്ന് തന്നെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നവൻ ലോകത്തിന്റെ സൃഷ്ടാവാണ്. സൃഷ്ടാവിനെ സംബന്ധിച്ച് വിശ്വസിക്കാത്ത നിരീശ്വരവാദികളും നിർമ്മതവാദികളും ലോകത്ത് ചിന്തിക്കുന്നവന്റെ മുമ്പിൽ പറയേണ്ട 100 മറുപടികൾ ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സഹോദരന്മാർ മനസ്സിലാക്കും, ഈ കോഴിക്കുട്ടിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥൻ ആരാ? എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കും. വളരെ ചെറിയ ഒരു പോത്തിന്റെ കുട്ടി ഒരു വലിയ തടാകത്തിൽ കൊണ്ടുപോയി നമ്മളങ്ങ് വിട്ടാൽ ഭംഗിയായിട്ട് പോത്തിന്റെ കുട്ടി നീന്തിയിട്ട് അക്കരെ കടന്നു പോകും. നേരെ മറിച്ച് ആഗോള പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ വയസ്സ് 35-40 ആയിട്ടുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ മൂപ്പര് നീന്തം പഠിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ പോയി വീണാൽ കൊടു അങ്ങാണ്ടു പോകും. ഈ പോത്തുംകുട്ടിയെ നീന്തം പഠിപ്പിച്ചതാരാ? ലോകത്തുള്ള എല്ലാ പോത്തുംകുട്ടികളെയും അല്ലെ കേരളത്തിലുള്ള എല്ലാ പോത്തുംകുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് പോത്തിന്റെ കുട്ടിയൊക്കെ നീന്തം പഠിപ്പിച്ചതായി വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ലോകത്ത് ഒരാളും അങ്ങനെ വിശ്വസിക്കുകയില്ല. വാസ്തവത്തിൽ പോത്തിന് നീന്തം അത് പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പോത്തിന് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് കൊടുത്തു, കോഴിക്ക് ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തു. അങ്ങനെ ഓരോ സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ അറിവുകളും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഇപ്പോ നീണ്ടുപോകും, എത്രയോ മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ തീരൂല. അല്ലാഹു പറഞ്ഞു, മിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ. അല്ലാഹു അവന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ചും അവന്റെ ഏകത്വത്തെ സംബന്ധിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ പറയുന്നു. അതിൽ അല്ലാഹു ജല്ല ജലാലുഹു ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, മിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചു എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവന്റെ തെളിവുകളിൽ പെട്ടതാണ്. വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. ഭാഷകൾ വ്യത്യസ്തമാണ്, അതും പടച്ചവന്റെ തെളിവുകളിൽ പെട്ടതാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ
20ഓളം തമിഴ്നാട്ടുകാരായ ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട് സിറാജുൽ ചേരാൻ വേണ്ടി. അവർക്ക് ദുആ ചെയ്തു കൊടുത്തിട്ട് അവർ ചേർത്തിട്ട് വരികയാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെ ഓരോരുത്തർ ഫോൺ എടുത്തിട്ട് പേശുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് ഭാഷയിലാണ് അല്ലാഹു തആല നിങ്ങളെ വ്യത്യസ്തമാക്കി വെച്ചിട്ടുള്ളത്. അതും അല്ലാഹുവിന്റെ തെളിവുകളിൽപ്പെട്ടതാണ്. അൽവാനിക്കും നിങ്ങളുടെ കളർ എല്ലാവരും ഒരുപോലല്ല. ചിലർ വെളുത്തിട്ട്, ചിലർ കറുത്തിട്ട്, ചിലർ എള്ളു നിറം, ചിലർ പല നിലക്കും അല്ലാഹു തആല കളർ വ്യത്യാസം നൽകും. ഇതൊക്കെ നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന തൗഹീദ് ലോകത്ത് പഠിപ്പിക്കാനുള്ള തെളിവുകൾ ആണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ ആലമീൻ. ഈ വിഷയങ്ങളിലൊക്കെ ലോകർക്ക് ധാരാളം തെളിവുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ സഹോദരന്മാരെ, തേനീച്ചക്ക് ഭാഷയുണ്ട്, പക്ഷികൾക്ക് ഭാഷയുണ്ട്, മൃഗങ്ങൾക്ക് ഭാഷയുണ്ട്. ആ ഭാഷകൾ അവകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ഭാഷകൾ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ ഒരു വലിയ പ്രഗൽഭനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സുബ്ഹാനല്ലാഹ് ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാന് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ അർത്ഥം സഹാബത്തിന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ജീവികളും അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്തിട്ടുള്ള പ്രത്യേകമായ അറിവ് കൊണ്ട്, പ്രത്യേകമായ മഹത്വം കൊണ്ട് അതാ പല ജീവികളുടെയും സംസാരങ്ങൾ പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടത് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവികൾക്കും ഭാഷകളുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എല്ലാ ജീവികൾക്കും അറിവുണ്ട്, അതിൻ്റെതായ അറിവുകൾ ഉണ്ട്, അതില്ലെന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു പോത്തിനറക്കുമ്പോ, ഒരാട്ടിനറക്കുമ്പോ വേറൊരാട്ടിന്റെ മുന്നിൽ വെച്ച് അറക്കരുത് എന്നാണ്. കാരണം അതിന് പേടിയും ഭയവും ഒക്കെ അതിനും ഉണ്ട്. കണ്ടോ? അതുപോലെ നമ്മളോട് പഠിപ്പിച്ചു എല്ലാ ജീവികൾക്കും അറിവുണ്ട്. ഇനി നിങ്ങൾ സസ്യങ്ങൾ നോക്ക്, സസ്യത്തിന് അറിവില്ലേ? സസ്യത്തിന് അറിവില്ലെങ്കിൽ അത്തങ്ങത്തിന് എങ്ങനെ കണ്ട് ചാഞ്ഞു പോയത്? മുമ്പർക്ക് നേരത്തെ തന്നെ പോയിക്കൂടായിരുന്നു. മുമ്പർക്ക് നേരത്തെ പോകുമ്പോൾ എന്തോ തടസ്സം ഉണ്ടായിരുന്നു. അത് അപ്പുറത്തൊരു പ്ലാവുണ്ട്. അപ്പൊ മൂപ്പർക്കറിയാം അങ്ങനെ പോയാൽ നമ്മൾ തമ്മിൽ സംഘടനായി പോകും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടാക്കരുത് എന്നുള്ളത് മൂപ്പർക്ക് വലിയ താല്പര്യമുള്ള ആളാ, കുഴപ്പത്തിന്റെ ആളല്ല. അതുകൊണ്ട് മൂപ്പരെന്ത് ചെയ്തു? മൂപ്പർ അവിടെയുള്ള സമയത്ത് ഞാൻ കുറച്ച് തെറ്റിയം കണ്ടു പോവാ. അങ്ങനെയാണല്ലോ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അതൊക്കെ സസ്യത്തിൽ നിന്ന് നോക്കി പഠിക്കണം. നമ്മൾ പണ്ട് എന്നോട് നമ്മളെ ഒരു ഉസ്താദ് ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെ ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു, വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി, വിഡ്ഢിക്കും ബുദ്ധിക്കും 2 വഴി, ബുദ്ധിക്കും ബുദ്ധിക്കും 3 വഴി. പിന്നെ ഉസ്താദ് പറഞ്ഞു തന്നു, ബുദ്ധിക്കും ബുദ്ധിക്കും 3 വഴി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ നേരെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ ഇങ്ങോട്ടൊരു ബുദ്ധിയുള്ള മനുഷ്യൻ വരുന്ന ഒരു വരമ്പ് കൂടി, അപ്പൊ ഇങ്ങനെ തന്നെ ഇയാൾ മനസ്സിലാക്കി അയാളൊരു വലിയ ആളായിരിക്കും, ഞാൻ കുറച്ച് തെറ്റിയിട്ട് പോകാൻ. മറ്റേയാൾ നല്ല ബുദ്ധിയുള്ള അയാൾ മനസ്സിലാക്കി ഞാൻ കുറച്ച് തെറ്റിയിട്ട് പോകാൻ, മൂപ്പര് നേരെ പോയിക്കോട്ടെ. രണ്ടാളും 2 ഭാഗത്തും തെറ്റി നോക്കുമ്പോൾ മധ്യത്തിൽ ബാക്കിയ. നേരെ മറിച്ച് ഒരാൾ വിഡ്ഢിയും മറ്റേയാൾ ബുദ്ധിയാണെങ്കിലോ, ബുദ്ധിയുള്ളോ മനസ്സിലാക്കി ഞാൻ അയാൾക്ക് തെറ്റിയിട്ട് അങ്ങോട്ട് പോകാൻ തന്നെ അയാൾ മൂപ്പര സൈഡിലേക്ക് തെറ്റി. മറ്റോ ഞാൻ എന്തായാലും തെറ്റൂല, നേരെ എന്നെ പോവുകയുള്ളൂ. മൂപ്പര് നേരെ പോയി. അപ്പൊ ബുദ്ധിക്കും ബുദ്ധിക്കും 2 വഴിയായി. നേരെ മറിച്ച് വിഡ്ഢിക്കും ഒറ്റ വഴി. അങ്ങനെ ഇങ്ങനെ പോകുന്ന വിഡ്ഢിയും മനസ്സിലാക്കി ഞാൻ തെറ്റൂല, അങ്ങനെ വരുന്ന വിഡ്ഢിയും മനസ്സിലാക്കി ഞാൻ തെറ്റൂല, പിന്നെ അവിടെ സംഘടന ഇല്ലാന്ന് നിർവാഹട്ടോ. അപ്പൊ ഒറ്റ വഴി. അപ്പൊ ബുദ്ധി നിങ്ങൾ കണ്ടോ? ആ തെങ്ങിന്റെ ബുദ്ധി നോക്ക് എന്ന് പറഞ്ഞാൽ ആ തെങ്ങിന് അല്ലാഹു കൊടുത്ത വിവരം, അല്ലാതെ നമുക്കുള്ള പോലത്തെ വിശേഷ ബുദ്ധി എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ആ തെങ്ങ് അവിടെ പ്ലാവിനെ കണ്ടപ്പോൾ അത് മാറിപ്പോവാണ്. കാരണം കുഴപ്പമൊന്നും വേണ്ട, മൂപ്പരും ജീവിച്ചോട്ടെ, ഞാനും ജീവിച്ചോട്ടെ, ഇവിടെ ഭീകരവാദം വേണ്ട, അതുപോലെ തന്നെ സൗഹാർദ്ദാന്തരീക്ഷം തകർക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കുഴപ്പമുണ്ടാക്കണ്ട, ഓരോന്നും അതിൻ്റെതായ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ളതാണ് സസ്യത്തിന്റെ അല്ലാഹു തആല കൊടുത്ത അറിവാണത്. അങ്ങനെ ലോകത്തിൽ എല്ലാ സൃഷ്ടികൾക്കും ഓരോ നിലക്കുള്ള അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വളം ഉണ്ട്, ആ വളമുള്ള സ്ഥലത്തേക്ക് ഈ മരത്തിന്റെ വേര് മൂപ്പരിങ്ങനെ മെല്ലെ മെല്ലെ പോയി ആ വളത്തിലോളം മൂപ്പരെത്തുന്നുണ്ട്, എത്തിയിട്ട് അവിടുന്ന് വളം വലിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ? അങ്ങനെ ഓരോ ജീവികൾക്കും ഉണ്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് ഒരു വെള്ളത്തിന്റെ കഷ്ണം വെച്ചു. ആ വെള്ളത്തിന്റെ കഷ്ണം വെച്ചപ്പോ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒട്ടാകെ ഉറുമ്പ് നിറഞ്ഞു പോയി. അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല, നോട്ടീസ് ഇറക്കിയിട്ടില്ല, യാതൊരു പ്രചരണവും നടത്തിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു വിവരവും ഒരു അനൗൺസ്മെന്റും നടത്തിയില്ല. ഒരാളും ആരോട് പറഞ്ഞിട്ടില്ല, ഒരു നോട്ടീസ് ഇറക്കിയില്ല, പത്രത്തിലിട്ട് പരസ്യം കൊടുത്തില്ല, ചാനലിലോട്ട് വന്നിട്ടില്ല. പക്ഷെ ഉറുമ്പുകൾ വന്ന് നിറഞ്ഞു പോയി. കാരണം അതിൻ്റെതായ ചില വിവരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അത് മഹാന്മാർ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടോ. ഒരു മനുഷ്യന് നല്ല വിവരം ഉണ്ടെങ്കിൽ ആ വിവരമുള്ള മനുഷ്യന്റെ വിവരത്തെ ആരംഗീകരിച്ചിട്ടില്ലെങ്കിലും, ഏത് പ്രദേശക്കാരംഗീകരിച്ചിട്ടില്ലെങ്കിലും, വിവരമുള്ള മനുഷ്യന്റെ സമീപത്തേക്ക് ഒരു നോട്ടീസും വേണ്ട, ജനങ്ങൾ വന്നിങ് ഒരുമിച്ചുകൂടും. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഉദാഹരണമാണ്. നിങ്ങൾ കാണുന്നില്ലേ, പഴങ്ങളുണ്ടായാൽ ആ പഴത്തിന്റെ സമീപത്തേക്ക് പക്ഷികൾ പറന്നു വന്ന് പഴം തിന്നുന്നില്ലേ? മധുരമുള്ള വസ്തു വെച്ചാൽ അവിടെ ഉറുമ്പെത്തുന്നില്ലേ? യാതൊരു കത്തും പ്രചരണവും നോട്ടീസും ലഭിച്ചിട്ടല്ലല്ലോ. ആവശ്യമുള്ള വസ്തു ഒരു സ്ഥലത്തുണ്ടാകുമ്പോ ആ വസ്തുവിലേക്ക് താനേ ജനങ്ങളങ്ങ് ആകർഷിച്ചോളും. അത് ലോകത്ത് അല്ലാഹു തആല വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. അത് തകർക്കാമെന്നാരെങ്കിലും കരുതിയാൽ അത് വിവരമില്ലായ്മയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ അറിവുകളും സംവിധാനങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു ആദരിച്ച ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്, വെറും ബുദ്ധിയല്ല. നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയുണ്ട്. ആ മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും തന്നെ വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നരകത്തിന് വേണ്ടി നമ്മൾ പഠിച്ച കുറെ മനുഷ്യന്മാരും ജിന്നുകളുമുണ്ട്. ആ മനുഷ്യർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കുന്ന ഹൃദയമല്ല. കാതുകളുണ്ട്, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്ന കാതല്ല. കാണേണ്ടത് കണ്ടു മനസ്സിലാക്കുന്ന കണ്ണല്ല. ആ കണ്ണവർക്കില്ല. ഇന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഒരിക്കലും നമ്മൾ ആരും പെട്ടുപോകരുത്. ചിന്തിക്കുന്ന മനസ്സ് വേണം, കാണേണ്ടത് കണ്ടു മനസ്സിലാക്കുന്ന കണ്ണ് വേണം, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്ന കാത് വേണം. അപ്പോഴാണ് മനുഷ്യന്റെ മഹത്വം മനുഷ്യൻ ലോകത്ത് പ്രകടിപ്പിക്കുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എല്ലാ ജീവികൾക്കും ഭാഷയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷാപരമായ വിഷയത്തിൽ മുൻപന്തിയിലുള്ളതും നിരവധി ഭാഷകൾ സംസാരിക്കുന്നതും നിരവധി ജനങ്ങൾ നിരവധി ഭാഷകളിലൂടെ അവനവന്റെ മനസ്സിലുള്ള ആശയം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായ ജീവി, അത് ഏറ്റവും പ്രബലമായുള്ള ജീവി മനുഷ്യനാണ് കേട്ടോ. ഭാഷ നിങ്ങൾക്കറിയാം, ആദ്യമായി ലോകത്ത് മനുഷ്യ ശരീരത്തിൽ ശാരീരിക ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ വസ്തുവിന്റെയും പേരുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുവിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. ഇനി ഞാൻ പറയാം, ഇതിനെന്താ മലയാളത്തിൽ പറയാം? കടലാസ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? പേപ്പർ. ഇതിന് അറബിയിൽ എന്താ പറയാ? ഖിർത്താസ്. ഖിർത്താസ്. ഇനി ഇതിന്റെ അപ്പുറം എനിക്ക് അറിഞ്ഞൂടാ. മനുഷ്യരാരാണ് വിവരമുള്ളവർ? വിവരം ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കും മനസ്സിലാവും, എനിക്കൊന്നും അറിഞ്ഞൂടാ. വിവരം തീരെയില്ലാത്തൊരു എനിക്ക് ഏറ്റവും വലിയ വിവരമുണ്ട്. അത് വിവരത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഇതിനപ്പുറം എനിക്കറിയില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിന് ഇതിന്റെ പേരെങ്ങനെയാ പഠിപ്പിച്ചു കൊടുത്തത്? കടലാസ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത്, പേപ്പർ എന്ന് പഠിപ്പിച്ചു കൊടുത്തത്, കിർത്താസ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? എന്താ പഠിപ്പിച്ചു കൊടുത്തത്? എല്ലാ സാധനത്തിനെയും പേരല്ല പഠിപ്പിച്ചു കൊടുത്തവര്. ഏത് ഭാഷയിലാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ചൊല്ലുന്നു, എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം അല്ല, സർവ ഭാഷകളിലും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എത്ര കൊല്ലാ പഠിച്ചത്? സുബ്ഹാനല്ലാഹ്, അത്ര കൊല്ലൊന്നും വേണ്ട. അല്ലാഹു തആല മനസ്സിൽ വിവരമങ്ങ് കൊടുക്കാൻ അതിന് വർഷങ്ങൾ വേണ്ടല്ലോ. ഒരു സെക്കൻഡ് പോരെ.
ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൽ. അല്ലാഹു ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചാൽ അത് വേണമെന്ന് റബ്ബിന്റെ ഒരു ഓർഡറേ വേണ്ടൂ. അതവനങ്ങ് ഉദ്ദേശിക്കുമ്പോൾ തന്നെ സംഗതി നടന്നു കഴിഞ്ഞു. അങ്ങനെയല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ലോകത്തുള്ള എല്ലാ വസ്തുവിന്റെയും പേര് എല്ലാ ഭാഷകളിലും അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. അതിന് പ്രത്യേകം ക്ലാസ്സിലിരുത്തി, ബെഞ്ചും മേലിരുത്തി, കസേരം മേലിരുത്തിയിട്ട് ക്ലാസ് കൊടുത്തതല്ല, മനസ്സിലങ്ങ് കൊടുത്തു റബ്ബ്. ആ റബ്ബ് കൊടുക്കുന്നതിന് ആർക്കും ഇവിടെ തടയാൻ വകുപ്പില്ലല്ലോ. അതല്ലേ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ റബ്ബങ്ങ് കൊടുക്കും. അതിവിടെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ചിലർക്ക് സംശയമാണ്. എന്താ സംശയം? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുമ്പോ ചിലർക്ക് സംശയമാണ്. അതുപോലെ അലമുനബുതല്ലറുലി കമ്മിന്നബാത്തീ, ലോകത്തെത്ര സസ്യമുണ്ടെന്ന് എനിക്കറിയാം, ലോകത്തെത്ര മണൽത്തരിയുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ എന്റെ റബ്ബെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത് അത് എടുത്തിട്ട് ചിലർ കളിയാക്കാറുണ്ട്. അതവരെ വിവരക്കേടാണ് സഹോദരന്മാരെ. അള്ളാഹുവിന് ഏത് വിവരം അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കണമെങ്കിലും കുൻ ഫയകൂൽ, അത് കൊടുക്കണമെന്ന് അവനങ്ങ് ഉദ്ദേശിക്കുകയേ വേണ്ടൂ. അപ്പൊ തന്നെ അത് കിട്ടിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ബോധമില്ലാത്തവരാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവിനെ ചോദ്യം ചെയ്യുന്നവർ. ഇരിക്കട്ടെ, അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ ഭാഷയിലും എല്ലാ വസ്തുവിന്റെയും പേര് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എന്നിട്ടാണ് മലക്കുകളോട് ചോദിച്ചത്, നിങ്ങളൊക്കെ ഇതിന്റെ പേരെന്ന് പറയുമോ? മലക്കുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം മലക്കുകൾക്ക് അല്ലാഹു തആല വിവരം കൊടുത്തിട്ടില്ല. മലക്കുകൾ വലിയ മഹാന്മാരൊക്കെ തന്നെയാണ്, പക്ഷെ കൊടുത്തവർക്ക് കൊടുത്തതല്ലേ കിട്ടുള്ളൂ. അത് കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് പറയാൻ സാധിച്ചില്ല. അംബിഹും ബി അസ്മാഇ ഹൗലാ പറയാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണല്ലോ ആലിം. ആദം നബിയാണല്ലോ വലിയ ഇൽമുള്ള ആള്. ഇൽമുള്ള ആളെ ബഹുമാനിക്കണ്ടേ? ആദ്യം തന്നെ മനുഷ്യനെ പഠിച്ചതിന് ശേഷം അല്ലാഹു തആല പഠിപ്പിക്കുന്ന ആശയമാണ് ആ പണ്ഡിതനെ ബഹുമാനിക്കണം, വിവരമുള്ള ആളെ ബഹുമാനിക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിങ്ങൾ തലകുനിക്കണം. അപ്പം മലക്കുകൾ വലിയ ശുദ്ധന്മാരാണ്. മലക്കുകളോട് ദുഷ്ടന്മാരൊന്നുമില്ല, അഹങ്കാരികളില്ല, അസൂയക്കാരില്ല, അനാവശ്യം ചിന്തിക്കുന്നവരില്ല. അതുകൊണ്ടല്ലേ ഇയാളുടെ ഇപ്പം അതിലൊരാളായത് എന്ന ചിന്തയൊന്നും മലക്കുകൾക്കില്ല. അള്ളൊരാളെ ബഹുമാനിച്ചാൽ ബഹുമാനിക്കന്നെ, അത് അള്ളാനെ ബഹുമാനിക്കലാണ്. അള്ളൊരാളെ ബഹുമാനിച്ചാൽ അയാളെ ബഹുമാനിക്കുന്നത് അള്ളാനെ ബഹുമാനിക്കൽ. നമ്മളെ പുതിയാപ്പിളിന്റെ ഒരാൾ സൽക്കരിച്ചാൽ നമ്മളെ സൽക്കരിക്കലാണിത്. നമ്മളെ പുതിയാപ്പിളിന്റെ ഒരാൾ ബഹുമാനിച്ചാൽ നമ്മളെ ബഹുമാനിക്കലാണിത്. അതാർക്ക് അറിഞ്ഞൂടാത്തത്? അപ്പൊ അല്ലാഹു തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ അള്ളാനെ ബഹുമാനിക്കലാണ്. അപ്പൊ ഒരു ചോദ്യവും ഇല്ല. മലക്കുകൾ മുഴുവനും സാഷ്ടാംഗം ചെയ്തു സുജൂദ്. പക്ഷേ മലക്കുകളിൽ പെട്ടവനല്ലെങ്കിലും ഒരു ഗുരുത്തം കെട്ട ചങ്ങാതി അവിടെ ഉണ്ടായിരുന്നു. മൂപ്പർക്കും നല്ല വിവരമൊക്കെ ഉള്ള ആളാണ്, കുറെ വിവരമുണ്ട്. പക്ഷെ നല്ല വിവരമല്ല, മോശമായ വിവരമാണ്. അതായത് വിവരം നല്ലതിന് ഉപയോഗിച്ചിട്ടില്ല, നല്ല വിവരത്തിന്റെ ദോഷമല്ല, വിവരം നല്ലതിന് ഉപയോഗിച്ചിട്ടില്ല. മുമ്പ് ഒരാൾ പറഞ്ഞതുപോലെ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചു, കള്ളവണ്ടിയപ്പാ വരിക. അപ്പൊ സ്റ്റേഷൻ മാഷ് പറഞ്ഞു, അങ്ങനെ വണ്ടിയില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല. എന്റെ മകൻ ഇന്ന് വരെ എന്നോട് കള്ളത്തരം പറഞ്ഞില്ല. എനിക്ക് മെഞ്ഞാന്ന് എനിക്ക് കത്ത് കിട്ടിയതാണ്, ഇന്ന് കള്ളവണ്ടിക്ക് വരുമെന്ന് കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്റ്റേഷൻ മാഷ് പറഞ്ഞു, അത് വണ്ടി കള്ളനായതല്ല, മകൻ കള്ളനാകുന്നതാണ്. അതുപോലെ വിവരം മോശമാകുന്നതല്ല, പിന്നെ ഈ വിവരമുള്ളോ മോശമാകുന്നതാണ്. അപ്പൊ ഇബ്ലീസ് അവന് ഒരുപാട് വിവരമുണ്ട്, വിവരത്തിനല്ല കേട്. ആ വിവരം ഉപയോഗപ്പെടുത്തുന്ന സ്ഥലത്ത് ദുഷിച്ച മനസ്സാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഈ വലിയ ബഹുമാനം കൊടുത്തത് അവന് പിടിച്ചില്ല. അപ്പൊ അവനെന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്യാതെ ബഹുമാനിക്കാതെ മാറി നിന്നപ്പോ
അല്ലാഹു തആല ഹക്കീമും ഖബീറും എല്ലാ വിവരവും അറിയുന്നവനും ആണെങ്കിലും അല്ലാഹു തആല നീതിയാണ് നടപ്പാക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നത് അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. നീതിയാണ് നടപ്പാക്കുന്നത് ബോധ്യപ്പെടുത്തും. നിങ്ങൾ കാണുന്നില്ലേ, ഖബറിൽ തന്നെ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വിശ്വാസത്തെ സംബന്ധിച്ചെല്ലാം കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടേ ഖബറിൽ ശിക്ഷിക്കുള്ളൂ. മഹ്ശറിലെത്തിയാലും ഓരോ വിഷയങ്ങൾ ചോദിച്ചിട്ട് അവന്റെ റെക്കോർഡ് ഹാജരാക്കിയിട്ട് അവനെ കൊണ്ട് തന്നെ വായിക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ വായിച്ചിട്ട് എന്റെ റെക്കോർഡൊക്കെ വളരെ മോശമാണ്, എന്റെ റിസൾട്ട് മോശമാണെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ മഹ്ശറിനുള്ള ശിക്ഷിക്കുള്ളൂ. അല്ലാണ്ട് ശിക്ഷിച്ചാൽ അള്ളാഹ് ആരും ചോദ്യം ചെയ്യൊന്നുമില്ല, ചോദ്യം ചെയ്യാൻ ആരോട്ട് വളരുകയില്ല. പിന്നെയോ അത് അള്ളാഹുവിന്റെ ഒരു നീതിയാണ്. ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അതിലൊക്കെ ധാരാളം പാഠങ്ങളുണ്ട്. ഒരു ഉസ്താദ്, ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികളുടെ പേരിൽ ഒരു ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിനെ ആദ്യം ബോധ്യപ്പെടുത്തണം ഞാൻ ചെയ്ത് തെറ്റാണ്, അല്ലാതെ പെട്ടെന്ന് നടപടി സ്വീകരിക്കരുത്. നടപടി സ്വീകരിച്ചാൽ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ നടപടി കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല, കുട്ടികളിൽ മോശമായി പോവുക ചെയ്യാം. അപ്പൊ അത് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം, ആ കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുത്തണം. നേരത്തെ ഇവിടെ അബ്ദുൽ ഹക്കീം സഖാഫി പറഞ്ഞില്ലേ, അദ്ദേഹം നമ്മുടെ കുറ്റ്യാടി സിറാജുൽ പഠിച്ച ആളാണ്. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ കുട്ടികളാകുമ്പോ പണ്ട് പുല്ലൂക്കര ഉസ്താദ് ഒരിക്കലും പറഞ്ഞിരിക്കുന്നുണ്ട്, അസബിയുൻ വലൗകാന നബിയൻ. അത് ആള് നബിയാണെങ്കിൽ കുട്ടിയാകുമ്പോ കുട്ടിത്തരം ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുട്ടി ആകുമ്പോൾ സ്വാഭാവികമായും കുട്ടികളെടുത്ത് ചെറിയ വികൃതിയൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ ആ കുട്ടികളെ ശാസിക്കുകയോ അവരെ അതമ്പ് പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം ബോധ്യപ്പെടുത്തണം ഈ ചെയ്ത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തണം. അല്ലാതെ കുട്ടിന്റെ പേരിൽ നടപടി എടുത്താൽ അതുകൊണ്ട് ഫലവത്താവൂല. അതൊക്കെ നമുക്ക് പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കാൻ മാമനാക്കാൻ തസ്ജുദലി ആദം, നീ എന്താണ് ആദമിനെ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പൊ ഇബ്ലീസിന്റെ മറുപടി എന്താണ്? മലക്കുകളോടല്ലേ പറഞ്ഞ്, ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണ് പിന്നെ അതൊരു ന്യായീകരണമാണ്. മലക്കുകളോടല്ലേ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് പറഞ്ഞാൽ ഞാനും ചെയ്യാന്ന് പറഞ്ഞാല് അത് പിന്നെ ധിക്കാരല്ല. ഇബ്ലീസ് പറയുന്നത് മലക്കുകളോട് പറഞ്ഞപ്പോ ഞാനും കൂടി അതിൽ പെട്ടുവെന്ന് എനിക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ആസ്തുതിലിമൻ ഖലഖത തീന, നീ കളിമണ്ണുകൊണ്ട് ഇപ്പൊ പഠിച്ചതാ ഇയാളെ, അയാൾക്ക് പണ്ടങ്ങാനുള്ള ആളാ ഞാൻ ഇവിടെ വലിയ ആളായിട്ട്, എന്നിട്ട് ഞാന് ഇപ്പൊ കളിമണ്ണുകൊണ്ട് പഠിച്ച ഇയാൾക്ക്, ഞാനാണെങ്കിലോ വലിയ ജോറായിട്ട് ഇങ്ങനെ പാടിക്കത്തുന്ന തീന്റെ ആളാ, തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ആളുമാണ്, ഇത് ഞാൻ കളിമണ്ണുണ്ടാക്കിയ ഇയാൾക്ക് സുജൂദ് ചെയ്യാനോ? മുപ്പര് അഹങ്കാരത്തിന്റെ ഭാഷ. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാത്തവരും ബഹുമാനിക്കുന്നവരും ഒന്നായിട്ട് പറ്റൂല, അത് വെവ്വേറെയാണോ? അതുകൊണ്ട് ഇവിടെയുള്ളൊക്കെ അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, അവരെ കൂടെ മറ്റേനെ കൂട്ടിക്കലർത്തൽ വേണ്ട, നീ പുറത്തു പോയിക്കോ. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത്. അല്ലാഹു തആല പുറത്താക്കി, ഇബ്ലീസിനെ പുറത്താക്കി. അപ്പൊ എന്താണ് അല്ലാഹു പറഞ്ഞു? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ സുജൂദിന് തയ്യാറായില്ല, അവൻ അഹങ്കാരം കാണിച്ചു. ചില ഖേദം പ്രകടിപ്പിക്കലുണ്ട്. ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാം ഒരു ദിവസം ഇങ്ങനെ അള്ളാഹിന്റെ അടുത്ത് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഈ ബിലീസ് ഇങ്ങനെ കരഞ്ഞു കുത്തിരിക്കുന്നു, ഭയങ്കര കരച്ചിൽ. മൂസാ നബി ചോദിച്ചു, എന്താ ഇങ്ങനെ കരയുന്നു? അത് ഞാൻ മുമ്പൊരു തെറ്റ് ചെയ്തു പോയി, അത് അല്ലാഹ് പുറത്തു തരൂല എന്നാ പറയുന്നത്, പണ്ടങ്ങാ ചെയ്തു ഒരു തെറ്റ്, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് കരയാണ്. മൂസാ നബിക്ക് തോന്നി ഇപ്പൊ അഹേനൊന്ന് നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് നന്നായി പോലെ. അള്ളാഹുവിന്റെ ഹദറത്ത് അലി മൂസാ നബി ഇസ്ലാം വിഷയം ബോധിപ്പിച്ചു. അള്ളാഹുവെ, ഇബ്ലീസ് വല്ലാണ്ട് കരയുന്നുണ്ട്, ചെയ്തൊക്കെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഓനൊന്ന് പുറത്തു കൊടുത്താൽ തക്കല്ല. അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ അവന്റെ പേര് നടപടി സ്വീകരിച്ച് എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തോണ്ട്. അതെ, അതുകൊണ്ട് അവനോട് നിങ്ങൾ പറ, ആദം നബിന്റെ ഖബറിന് പോയിട്ട് സുജൂദ് ചെയ്യാൻ പറ, ഞാൻ പുറത്തു കൊടുത്തേക്കാം. മൂസാ നബി ഭയങ്കര സന്തോഷത്തിൽ മടങ്ങി. കാരണം ഇവൻ നന്നായി പോവില്ലേ, ഇവൻ നന്നായാ പിന്നെ എല്ലാ മുസീബത്തും ഒഴിവായില്ലേ. മൂസാ നബി ഇസ്ലാം വന്ന് ഇബ്ലീസ് കുത്തിരി കരയുന്നുണ്ട്, എടാ നീ ഒന്ന് പോയിട്ട് ആദം നബിന്റെ ഖബറിന് സുജൂദ് ചെയ്താളാ, എന്നാ എന്റെ ദോഷം അല്ലാഹ് പൊറുക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ചെയ്യില്ല, അവനിപ്പോ മരിച്ചിട്ടാ ജിന്ന്. അപ്പൊ ഇബ്ലീസിന്റെ മറുപടി, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഒരാളെ പഴപ്പിച്ചാൽ അവനെ നന്നാക്കാൻ ആർക്കൊണ്ടെങ്കിലും കഴിയുമോ? അല്ലാഹ് എന്നല്ലേ ഹിദായത്ത് കൊടുക്കുന്നതും നിലനിർത്തുന്നതുമൊക്കെ. അപ്പൊ ഇരിക്കട്ടെ, ആ ഇബ്ലീസ്
എന്ന് പറയുന്ന ആ ജീവി കാനമിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. അല്ലാഹു തആല പറഞ്ഞു അവൻ ജിന്നിൽപ്പെട്ടവനാണ്, അവൻ അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു, അവൻ പിഴച്ചുപോയി, അവനെ പുറത്താക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ കണ്ടോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാ വസ്തുവിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ടോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അത് നമുക്കൊരു അഭിമാനമാണ്. ഇന്ത്യയിലാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയല്ല, പിന്നെ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യ, പാകിസ്ഥാനും സിലോണും അതുപോലെ ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ. ആ സിലോണിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത്. ഇന്നും അവിടെ സിലോണിൽ ആദം മല എന്ന ഒരു മല ഉണ്ട്. അവിടെ ആദം നബി അലൈഹി സ്വലാമിന്റെ കാല് പതിഞ്ഞ സ്ഥലവും ഉണ്ട്. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് എവിടേക്കാണ് പോകുന്നത്? അതാ അന്ത്യനാൾ വരെ ഉള്ള ആളുകൾക്ക് കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മലക്കുകളെ പറഞ്ഞയച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കേന്ദ്രമായ കഅബ ശരീഫ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കെട്ടിടം, ഒന്നാമത്തെ ഭവനം അതാണ് കഅബ ശരീഫ്. ആ കഅബയുടെ സമീപത്തേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നു പോവുകയാണ്. ആദം നബി അലൈഹി സ്വലാമിന് 40 അടി ഉയരം ഉണ്ടെന്നാണ് ഹദീസിൽ ഉള്ളത്. 40 അടി ഉയരമാണ്. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹി സ്വലാം എങ്ങാനും ഇന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ ബിൽഡിങ്ങും മതിയാവൂല. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ തല തട്ടാത്ത ഒരു ടെറസും ഉണ്ടാവൂല. 40 അടി ഉയരമാണ്. ആദം നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ് അതേ കഅബ ശരീഫിന്റെ സമീപത്തേക്ക്. അല്ലാഹു പുരുഷനായ ആദം നബിയെ വളരെ ദൂരെയാണ് കൊണ്ടുവന്നിറക്കിയത്. പക്ഷേ ദുർബലയാണല്ലോ സ്ത്രീ, അത് അല്ലാഹുവിനറിയാം. അതുകൊണ്ടാണല്ലോ 5 നേരത്തെ നിസ്കാരത്തിന് പുരുഷന്മാര് പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോ പെണ്ണിനോട് പോകണ്ടെന്ന് പറയാൻ കാരണം ദൗർബല്യമുള്ളത് കൊണ്ടല്ലേ ഉമ്മമാരെ? രാവിലെ 4:45 സുബഹിയാണ്, 4:30 മണിക്ക് ടോർച്ച് മടിച്ചിട്ട് അതാ താഴെയങ്ങാടിയിലേക്ക് ഒരു പെണ്ണിങ്ങനെ ദിവസേന വരാൻ തുടങ്ങിയാൽ അതിന്റെ മുസീബത്ത് ഞാൻ പറയേണ്ടതുണ്ടോ? ആണ് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് തന്നെയല്ലേ സ്ത്രീകളുടെ ദൗർബല്യം കണക്കിലെടുത്ത് നിങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും പോകേണ്ടതില്ലെന്നും നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതിയെന്നും അല്ലാഹു തആല ഓർഡറാക്കിയത്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച് വിവരമില്ലാത്തവര് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം മാറ്റാൻ ഒരുങ്ങിയത് അവരെ വിവരക്കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഇറക്കിയത് ഈ പറഞ്ഞ സ്ഥലത്ത് അതാ സിലോണിലാണെങ്കിൽ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു ഇറക്കിയത് ജിദ്ദയിലാണ്. ജിദ്ദ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴും നിങ്ങൾക്ക് മക്കയിൽ ഹജ്ജിന് പോയാൽ ഉംറക്ക് പോയാൽ കഅബയുടെ സമീപത്ത് ഹറമിന്റെ സമീപത്ത് വെച്ച് ടാക്സിക്കാര് വിളിക്കുന്നത് കാണാം, ജദ്ദ ജദ്ദ ജദ്ദ. എന്താണ് അതിന്റെ അർത്ഥം? വലിയമ്മ 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 എന്നതിന്റെ മേന. കാരണം വലിയമ്മ ഇറങ്ങിയ സ്ഥലമാണ് ജിദ്ദ, വലിയ ഉമ്മ ഇറങ്ങിയ സ്ഥലമാണ്, ഉമ്മാമ ഇറങ്ങിയ സ്ഥലമാണ് ജിദ്ദ. ആ സ്ഥലത്താണ് അതാ ഉമ്മാമയെ ഇറക്കിയത്. അവിടുന്ന് ഉമ്മാമയും കഅബയിലേക്ക് ഇങ്ങ് വരികയാണ്. ആദം നബി ഇവിടുന്നും വരികയാണ്. രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് മുസ്ദലിഫ. അവർ രണ്ടാളും പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അറിഞ്ഞു എന്നാണ്. തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. അങ്ങനെ അവരതാ മക്കയിലേക്ക് നീങ്ങുന്നു. കാരണം മനുഷ്യന് അല്ലാഹു തആല പഠിച്ച കേന്ദ്രം മക്കയാണ്. ആദ്യമായി തന്നെ കേന്ദ്രം സ്ഥാപിച്ചതും മക്കയിലാണ്. ആ മക്കയിലേക്ക് അവർ വരുന്നു. മക്കയിൽ വെച്ച് അവർ ഇബാദത്ത് എടുക്കുന്നു. അപ്പൊ മനുഷ്യന്റെ തറവാട് ഭൂമിയിൽ മക്കയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വെച്ച് സർവഭാഷകളും അറിയുന്ന മഹാനായ ആദം അലൈഹിസ്സലാം, സർവഭാഷകളും സംസാരിക്കുന്ന ആദം നബി അലൈഹിസ്സലാം, അതുപോലെ ഹവ്വാ റളിയല്ലാഹു അൻഹാ എല്ലാ ഭാഷകളിലും ആശയവിനിമയം നടത്തുന്നു. സന്താനങ്ങൾക്കും ഏകദേശ ഭാഷകളൊക്കെ അറിയാം. അങ്ങനെ അവരവിടെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ പിന്നീട് അവിടുന്ന് പിൽക്കാലത്തതാ മാറി മാറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങി നീങ്ങി താമസിക്കുന്നു.
അങ്ങനെ അങ്ങ് നീങ്ങി താമസിച്ചപ്പോ ഓരോ ഏരിയയിലും ഉള്ള ആളുകൾ പ്രത്യേകം ചില ഭാഷക്കാരായി മാറി. അങ്ങനെ കേരളക്കാര് മലയാളികളായി, കർണാടകക്കാര് കന്നഡക്കാരായി. അത് രണ്ടിന്റെ ഇടയ്ക്കുള്ളൊരു കൂട്ടരുണ്ട് കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത്. അത് രണ്ടുമല്ലാത്തൊരു കോലത്തിലായി. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഓരോ ഭാഗത്തും പാലക്കാട് കുറച്ചങ്ങോട്ട് എത്തിയാ തമിഴുമല്ല മലയാളമല്ലാത്തൊരു കോലം അവിടെയായി. അങ്ങനെ ഓരോ ഏരിയകളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്തലമുറയുള്ള സന്താനങ്ങൾ ഓരോ ഭാഗത്ത് പോയി താമസിച്ചപ്പോൾ അതാ ഓരോ ഏരിയകളിൽ ഓരോ ഭാഷയായി. എല്ലാ ഭാഷയും അറിയുന്ന ആളാണ് ഉപ്പാപ്പ. എല്ലാ ഭാഷയും അറിയുന്ന ആളാണ് ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ടവർ. മക്കൾ പല ഭാഷകളും അറിയുന്നവരാണ്. പിൽക്കാലത്ത് ഓരോ ഏരിയയിൽ പോയി താമസിച്ചപ്പോ പല സ്ഥലങ്ങളിലും ഭാഷ വ്യത്യസ്തമായി. അല്ലാഹു പറയുന്നു, മിന്നായാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമികളുടെ സൃഷ്ടിപ്പിലും നിങ്ങളുടെ ഭാഷയുടെ വ്യത്യസ്തതയിലും നിങ്ങളുടെ കളറിന്റെ വ്യത്യസ്തതയിലുമൊക്കെ അതാ ലോക ജനങ്ങൾക്ക് ലോകർക്ക് ധാരാളം തെളിവുകളുണ്ട്. സഹോദരന്മാർ മനസ്സിലാക്കണം, അങ്ങനെ ഓരോ ഭാഷക്കാരൻ. അതുകൊണ്ട് തന്നെ ഒരു ഭാഷക്കാരനും വേറൊരു ഭാഷക്കാരനോട് ഭാഷന്റെ വകയിൽ വലിയ ബഹുമാനം പറഞ്ഞിട്ട് തമ്മിൽ തല്ലൊന്നും കൂടണ്ട. തമിഴ്നാട് എന്ന് പേരിട്ട് ഒരു നാട്ടിന് എന്നിട്ട് അവർ മലയാളികളോട് തല്ലുണ്ടാക്കണ്ട. മലയാളികൾ മലയാള നാട് എന്ന് വേണേ പേരിട്ടിട്ട് തമിഴ്നാട്ടുകാരോടും തല്ലുണ്ടാക്കണ്ട. എല്ലാവരും ഒരു ബാപ്പന്റെ ഉമ്മന്റെയും മക്കളാ. എന്താണ് ഇസ്ലാമിന്റെ തത്വം? എന്താണ് ഖുർആന്റെ ആശയം? അങ്ങനെ ഒരു ആശയം ലോകത്തിവിടെ ആർക്ക് പറയാൻ കഴിയും? സഹോദരന്മാരെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഓ മനുഷ്യരെ, ഓ മാപ്പിളമാരെ എന്നല്ല ഖുർആൻ വിളിക്കുന്നത്, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല വിളിക്കുന്നത്. ഓ മനുഷ്യരെ, ജാതി മതവർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ നിങ്ങളെല്ലാവരും ഒരച്ഛനമ്മമാരുടെ മക്കളാണ്, ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാകാൻ പല ഗോത്രങ്ങളും തറവാടൊക്കെയായി തിരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ആരും അഹങ്കരിക്കേണ്ടതില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ, ആദരവുള്ളവൻ അത്ഖാകും, നിങ്ങളെ കൂട്ടത്തിൽ ആരാണോ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന രാജാവിനെ സൂക്ഷിച്ചുകൊണ്ട് അതാ വിശ്വാസവും കർമ്മവും ഭക്തിയുമുള്ള നിലക്ക് ജീവിക്കുന്നവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളവൻ കേട്ടോ. അപ്പൊ എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവർക്കൊക്കെ ഭാഷകൾ വ്യത്യസ്തമായി വന്നത് ഈ രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് എന്തുണ്ടായി നിങ്ങൾ മനസ്സിലാക്കണം. തറവാട് മക്കയാണ് നമ്മൾ പറഞ്ഞല്ലോ, ഉപ്പാപ്പ അവിടെ പോയി താമസിച്ചിരുന്നു. ആ തറവാട് അവിടുത്തെ ഭാഷ ഏറ്റവും ഉന്നതമായ ഭാഷ, അതാണ് അറബി ഭാഷ. അതിന് മാത്രമേ ബഹുമാനമുള്ളൂ. വേറെയുള്ള ഭാഷക്കൊന്നും പ്രത്യേക ബഹുമാനമൊന്നുമില്ല. അറബി ഭാഷയ്ക്ക് ബഹുമാനമുണ്ട്. ഇന്നി ഉഹിബ്ബുൽ അറബിയ്യത ലിസലാസിൻ, ഇന്നി അറബിയുൻ വൽ ഖുർആനു അറബിയുൻ വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയ്യ്. നിങ്ങളെന്തേ മനസ്സിലാക്കിയത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ ഈ അറബി ഭാഷന്റെ ബഹുമാനം പറയാതെ ഇംഗ്ലീഷിന്റെ ബഹുമാനം പറയുമെന്ന് തീരുമാനിച്ചോ? ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ പറയൂല. ഭാഷയ്ക്ക് ബഹുമാനമുള്ള ഭാഷ ഏത്? അത് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഇറങ്ങിയ ഭാഷ. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ഭാഷയാണ്. അതൊരു വല്ലാത്ത ഭാഷയാണ്. അതിന്റെ വ്യാപ്തി പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. സഹോദരന്മാര് മനസ്സിലാക്കണം, ആ ഭാഷയ്ക്ക് വലിയ ബഹുമാനമുണ്ട്. ലോകത്തിന്റെ മുഴുവനും സാംസ്കാരിക രംഗത്തും ലോകത്തിന് മുഴുവനും സർവ്വരംഗത്തും നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയാണത്. ഇന്നി അറബിയുൻ, ഞാൻ അറബി ഭാഷക്കാരനാണ്. വൽ ഖുർആനു അറബിയുൻ, സർവ്വജനങ്ങൾക്കും സർവ
സർവ ആശയങ്ങളും സർവ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്ന ഖുർആൻ അത് അറബി ഭാഷയാണ്. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബി, സ്വർഗക്കാരുടെ ഭാഷ അറബിയാണ്. സ്വർഗക്കാരുടെ ഭാഷ അറബിയാണ്. ബേജാറാണ്ട, ഇപ്പൊ ഇവിടുന്ന് പഠിച്ചിട്ടില്ല, പഠിക്കാത്തവര് ഞങ്ങൾ അവിടുന്ന് എന്താ ചെയ്യാന്ന് ബേജാറാകണ്ട. അള്ളാഹു നമുക്ക് അള്ളാഹ് സ്വർഗം നൽകട്ടെ. അപ്പൊ ഭാഷ നമുക്ക് പഠിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. സഹോദരന്മാരെ, ഖബറിലെ ചോദ്യം ഏത് ഭാഷയിലാണ്? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. അതേ ഖബറിലെ ഭാഷയെ സംബന്ധിച്ച് സുരിയാനി ഭാഷയിലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെന്താ ചെയ്യാ? ബേജാറാകണ്ട. ആത്മാവിന് ഭാഷ പ്രശ്നമല്ല, ആത്മാവിന് ഭാഷ പ്രശ്നമല്ല. അതുകൊണ്ടല്ലേ 4000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറബി ഭാഷയിലാണ് ഹജ്ജിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചത്. വടകരയിൽ നിന്ന് മലയാളം സംസാരിക്കുന്ന ആളാണ് ഉത്തരം ചെയ്തു പോകുന്നത്. കാരണം അന്ന് 4000 കൊല്ലം മുമ്പ് കേട്ടത് ഈ ശരീരമല്ല, ആത്മാവാണ് കേട്ടത്. ആത്മാവിന് ഭാഷ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇവിടുന്ന് വിളിക്കുമ്പോ ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശൈഖിന് മലയാളം അറിയോ എന്നുള്ള പേടി വേണ്ട. ആത്മാവിന് ഭാഷ പ്രശ്നമല്ല. അപ്പൊ ആത്മാവിന് അതേ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടാലും ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പും അങ്ങനെയല്ലേ മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിനെ 4-ാമത്തെ മാസത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണ്. അപ്പൊ ശരീരത്തിന്റെ പുറത്ത് ആത്മാവുള്ള സമയത്ത് അതിന് ഭാഷ പ്രശ്നമല്ലായിരുന്നു. ശരീരത്തിന് പുറപ്പെട്ടാലും ഭാഷ പ്രശ്നമല്ല ആത്മാവിന്. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ സ്വർഗക്കാര ഭാഷ അറബിയാണെന്ന് പറയുമ്പോ ആരും ഭയപ്പെടേണ്ടതില്ല. സ്വർഗത്തിൽ കിടക്കുന്നവൻ അത് സംസാരിക്കാൻ കഴിയും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൊ അറബി ഭാഷ എന്നത് ബഹുമാനമുള്ള ഭാഷയാണ്. അതിന് വലിയ ബഹുമാനമുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ ബഹുമാനം അതിനുണ്ട്. അത് നിങ്ങൾ നോക്ക്. ബാ, താ, നൂന്, താ, ബാ എഴുതിയിട്ട് ചോടൊരു പുള്ളിട്ടാല് ബാ, മേലൊരു പുള്ളിട്ടാല് അത് എന്ന സാധനം? നൂന്. അത് പുള്ളി 2 ഇട്ടാല് താ, 3 പുള്ളിട്ടാല് താ. പുള്ളി മലാക്കും ഒരുപാട് വ്യത്യാസം വന്നു. സുബ്ഹാനല്ലാഹ്. ഹൽക്ക് എന്ന് പറഞ്ഞാല്, ഹാലിക്ക് എന്ന് പറഞ്ഞാല് ബാർബർ, ഖൽക്ക് എന്ന് പറഞ്ഞാല് സെട്ടിപ്പ്, ഖാലിക്ക് എന്ന് പറഞ്ഞാൽ സെട്ടാവ്. നമ്മളെ ഈ കിടങ്ങിയിലുള്ള ഒരു ഇസ്മായിൽ ആജി ഉണ്ടായി. മൂപ്പരനോട് പറഞ്ഞ്, അതേ കോർഫുക്കാലിൽ ബിസിനസ്സാണ്, ഉസ്താദെ ഇപ്പൊ ഇവിടെ ഈ ദുബായിലൊക്കെ വന്നതിന് ശേഷം കുറച്ചെല്ലാം തിരിയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ ഇസ്മായിലെ? അത് മുമ്പ് കുട്ടിക്കാലത്ത് പാട്ട് പാടാറുണ്ടായിരുന്നു, ഹല്ലാക്കായവനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹല്ലാക്ക് പറഞ്ഞത് ഇവിടെ വന്നപ്പോ മനസ്സിലായത് അത് ബാർബർമാർക്കാ പറയാതെ. വാസ്തവത്തിൽ പറയേണ്ടത് ഹല്ലാക്ക് ആണ്. ഹല്ലാക്ക് തന്നെ സിട്ടാവായവനെ എന്നുള്ളതിനെ വിളിക്കുകയാണ്. അത് ഒരു പുള്ളി ഒഴിവാക്കിയിട്ട് ഹല്ലാക്ക് എന്ന് വായിക്കുമ്പോഴേക്കും പിന്നെ ബാർബറനായി എന്റെ മായന. അപ്പൊ എന്താണ് സുബ്ഹാനല്ലാഹ്, അതിനെപ്പറ്റി പറഞ്ഞാലുണ്ടോ തീർന്ന്. അറബി ഭാഷ ഒരു വല്ലാത്ത വിശാലമായ ഭാഷയാണ്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ അറബി ഭാഷയ്ക്ക് മഹത്വമുണ്ട്. വേറെയുള്ള ഭാഷകളൊക്കെ അല്ലാഹുവിന്റെ കലാമ് ഇറങ്ങിയ ഭാഷയ്ക്ക് ബഹുമാനമുണ്ട്. മറ്റുള്ള ഭാഷകൾക്കൊരു പ്രത്യേക ബഹുമാനം ഇല്ല. എല്ലാ ഭാഷയും തുല്യമാണ്. ഓരോ രാജ്യക്കാർ, ഓരോ പ്രദേശത്തുകാര്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ, ഓരോ ഏരിയക്കാര് സംസാരിച്ച ഭാഷയാണ്. അതിൽ ചിലത് ഭാഷകൾ സങ്കരമായി കൂടിച്ചേർന്നുണ്ടായ ചില ഭാഷകളുണ്ട്. പിൽക്കാലത്തുണ്ടായ ഭാഷകൾ പലതും അങ്ങനെയാണ്. എന്നാൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് അറബി ഭാഷയുടെ സ്വാധീനം എല്ലാ ഭാഷയിലും കാണാൻ കഴിയും. അല്ലേ? അഡ്വക്കറ്റിന് എന്താ പേര്? വക്കീല്. വക്കീൽ എന്നുള്ള എന്താ ഭാഷ? അറബി. ഇങ്ങനെ നമ്മളിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അഡ്വക്കറ്റിനെ നിർത്തുക. അപ്പോ അഡ്വക്കറ്റിന് എന്താ പറയുക സാധാരണ? വക്കീല്. വക്കീൽ എന്നുള്ള ഭാഷ എന്താണ്? നല്ല ജോറായിട്ട് ഇംഗ്ലീഷിൽ ആർഗ്യുമെന്റ് നടത്തുന്ന വക്കീലിന്റെ പേര് അറബിയില. വക്കീല് വക്കീൽ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ആള്, കേസ് ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടാ വക്കീല്. വക്കീല് അത് അറബിയാണ്. ഇനി നിങ്ങൾ നോക്ക്,
ഈ വക്കീല് ആർഗ്യുമെന്റ് നടത്തിയിട്ട് തീരുമാനം പറയുന്ന ആളെ പേരെന്താ? മുൻസിഫ്. മുൻസിഫ് തന്നെ അർത്ഥം എന്താ? നിഷ്പക്ഷകൻ. അതാ ജഡ്ജി. മുൻസിഫ്. മുൻസിഫ് കോടതി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷകന്റെ കോടതി. മുൻസിഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം നിഷ്പക്ഷകൻ. അറബിയാണത് ഭാഷ. അപ്പൊ മുൻസിഫ് അറബിയാണ്, വക്കീല് അറബിയാണ്. പിന്നെ വക്കീലിന് പറയാനുള്ള എന്താണ്? ആർഗ്യുമെന്റോട്, ഇന്നത്തെ ആർഗ്യുമെന്റോട് തീർന്നില്ല, കുറച്ച് ബാക്കിയുണ്ട്. അതായതാ ഭാഷ ബാക്കി എന്ന് പറഞ്ഞാൽ, ബാക്കി എന്ന് പറഞ്ഞാൽ അവശേഷിച്ചിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ സാധാരണ ബാക്കി അറബിയാണ്, ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെന്താണ്? ഇത് ഇംഗ്ലീഷിലായതുകൊണ്ടൊന്ന് തർജ്ജമ ചെയ്തു തരണോ? തർജ്ജമ എന്ന് പറഞ്ഞാൽ അതും അറബിയാണ്. വിവർത്തനം ചെയ്തു തരണം, അത് അറബിയാണ്, മലയാളത്തിൽ ഉപയോഗിക്കാണ്. പിന്നെ പറയുന്നത് എന്താണ്? അതിന്റെ സെനതൊന്ന് നോക്കണോ? സെനത് എന്ന് പറഞ്ഞാൽ അതും അറബിയാണ്. സെനത് പരിശോധിക്കണം, അടിസ്ഥാനം പരിശോധിക്കണം, അതും അറബിയാണ്. ഇനി കേസിൽ ജയിച്ചാൽ എന്താ പറയാ? ജയിച്ചാല് ഇല്ലേ, നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ ജയിച്ച് എന്താ പറയാ? പാസ്സായി. ഈ പാസ്സാവുന്ന ഫൗസായി എന്നാ പറഞ്ഞത്. ഫൗസ് എന്നാ വിജയം എന്നാ. ഫാസായി, ഫാസായി, ഫാസ ഫൗസൻ അദീമ എന്ന് പറഞ്ഞില്ലേ? ഫാസ ഫൗസൻ അദീമ, ഭയങ്കര വിജയം, വിജയിച്ചു. അപ്പൊ ഫാസായി എന്ന് പറഞ്ഞത് അത് അറബിന്ന് വന്നതാ. ഫാസായി. സുബ്ഹാനല്ലാഹ്. അലിഫബറ്റിക് എന്നാ നമ്മൾ പറയാ. ABCD എന്ന് വെച്ചാൽ അലിഫ് ബാത്ത, അലിഫബറ്റിക്, അലിഫ് ബാത്ത. അതാണ് ഈ അലിഫബറ്റിക് എന്നായത്. അലിഫ് ബാത്ത അതും അറബിന്ന് പോയതാ, അലിഫബറ്റിക്. ഇനി നിങ്ങൾ നോക്കൂ എത്രയാ ഉള്ളത്. കിതാബ് ഇങ്ങെടുത്തോ. കിതാബ് എന്ന് പറഞ്ഞാല് അതും അറബി തന്നെയാണ്. ഇനി നിങ്ങൾ നോക്ക്, കമ്മാലികൾ എന്നതിനെ പറ്റി, തൊഴിലാളി ചുമട്ടുവിലെ പറ്റി ഹമ്മാലി എന്നാണ് അറബിയിൽ. അത് പിന്നെ കമ്മാലി ആയതാ. അങ്ങനെ ഉണ്ടല്ലോ, അബ്ദുള്ള ബിൻ ഔദി ആയി പോയിട്ടുണ്ട്, അതുപോലെ ആയതാണ്. ഹമ്മാല് ചുമക്കുന്ന ആള്, ചുമട്ടു തൊഴിലാളി. കരാറാക്കിയിട്ടില്ല, കറാറാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയുണ്ട് അറബിയിൽ? ദല്ലാല്. ദല്ലാല് വെച്ചാൽ അറിയിച്ചു കൊടുക്കുന്ന ആള്. അവിടെ ഒരു പറമ്പ് വിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു വിയാപ്പിളുണ്ട്. ദല്ലാല് അറിയിച്ചു കൊടുക്കുന്ന ആള് ദല്ലാലിന്. ദല്ലാല് കബൂൽ ചെയ്യാൻ, അതെ സ്വീകരിക്കാൻ, കബൂൽ ചെയ്യാൻ. ഭയങ്കര ആപത്തായി പോയി. ആപത്ത് വിപത്ത്, ഭയങ്കര ഫിത്തിനയാണ് ചങ്ങാതി. അതെ, കുഴപ്പാണ് ചങ്ങാതി എന്നാ പറഞ്ഞത്. ഫിത്തിന. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ്? റദ്ദാധാരം രജിസ്റ്റർ ചെയ്യണോ? റദ്ദ് വെച്ചാല് ഉള്ളത് റദ്ദ് ചെയ്യാൻ തന്നെ. റദ്ദ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് വേറൊന്നാക്കുക. സുബ്ഹാനല്ലാഹ്. അറബി ഭാഷ എത്രയാ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് കുളിക്കുമ്പോൾ സാബൂന് തേച്ചിട്ട് കുളിക്കണമെന്ന്. അപ്പോ സാബൂന് തേക്കണമെന്ന്, സാബൂൻ തന്നെ അതും അറബി തന്നെ. ഇങ്ങനെ എത്രയോ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ തന്നെ അറബി ഭാഷ ധാരാളമായി കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ വിവരമുള്ളവരല്ലാതെ ഏത് അറിവുള്ളവന്റെ മേലെയും വേറെ അറിവുള്ളവരുണ്ട്. ഏതറിവുള്ളവന്റെ മേലെയും വേറെ അറിവുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ്, പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ പ്രസംഗം കുറഞ്ഞ ആളുകൾക്ക് ഈ ലോകത്ത് മനസ്സിലാവും. 500 കോടി മനുഷ്യന്മാരുണ്ടായിട്ട് ആകെയിൽ കേരളത്തിലുള്ള മനുഷ്യന്മാർക്കേ ഞാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. വിവരം വളരെ കുറവാണ്. വിവരം ഉണ്ടാകുമ്പോൾ തിരികെ മനസ്സിനും എന്ത് വിവരമില്ല. വിവരം ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാകുക വിവരമില്ല എന്നുള്ളത് മനസ്സിലാകുക. ഒരു തൊണ്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരു തവള, ആ തവളന്റെ തൊണ്ടിൽ കുറെ മഴ പെയ്തിട്ട് വെള്ളമായ മൂപ്പര് ഇതന്നെയാ കടല്. നല്ലോണം വെള്ളമായിട്ട് പിന്നെ അത് ഒലിക്കാൻ തുടങ്ങും മൂപ്പര് ഇതാ കടല്. പിന്നെ അതിന്റെ കൂടി ഒരു തോട്ടിൽ പോയി ഇറങ്ങി തോട്ടത്തിൽ വയ്ക്കുമ്പോൾ ഭയങ്കര വെള്ളമാണ്. തോട് പിന്നെ കൂടി ഒരു പുഴയെ ചേർന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ഭയങ്കര വെള്ളം. ആ വെള്ളം പോയിട്ട് കടലിൽ ചേരുമ്പോഴല്ലേ തവളക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ കണ്ടൊന്നും വെള്ളമല്ല. ഇതുപോലെ മനുഷ്യന് വിവരം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുവരെയുള്ളതൊന്നും വിവരായിരുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുക. അതേ സമയത്ത് അഹങ്കാരിയായ മനുഷ്യൻ അങ്ങനെയല്ല. അഹങ്കാരിയായ മനുഷ്യന്റെ സ്വഭാവം എങ്ങനെ അറിയോ? 10ാം ക്ലാസ് പഠിച്ച് പാസ്സായ ഒരു കുട്ടി പറഞ്ഞ് ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ്സിലുണ്ട്, ചില മാഷിപ്പോന്നിലാണ്. അത് കിബറന്മാരെ സ്വഭാവമാണ്. മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തി കാണുക. വിവരമുള്ളവർ അഹങ്കാരം ഉണ്ടാവില്ല. വിവരമുള്ളവരുടെ സ്വഭാവം നിങ്ങൾ കണ്ടില്ലേ? തെങ്ങിന്റെ തൈ, ആ തെങ്ങിന്റെ തൈകൾ ഇങ്ങനെ ഓല കുത്തനെയായിരിക്കും. ഒറ്റ തേങ്ങയില്ലാത്ത തെങ്ങിന്റെ തൈ ഇതിന്റെ ഓലയൊക്കെ മേലോട്ട് അരടാന്ന് ചോദിക്കുന്ന രൂപത്തിലാ. ധാരാളം തേങ്ങ ഉള്ള തെങ്ങിന്റെ ഓലകളോ വളരെ പാവപ്പെട്ടവനാണ്. ഒരുപാട് തേങ്ങ ഉണ്ടായ മൂപ്പര് വിനയം കൂടുതലാ. മൂപ്പര് പിന്നെ ഓലയൊക്കെ താഴ്ത്തിയിട്ട് എല്ലാവർക്കും തലകുനിക്കുന്ന മട്ട.
ഏത് സൃഷ്ടിയും ഏത് സസ്യവും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനുഷ്യന് വിവരം കൂടുമ്പോഴാണ് വിവരം ഇല്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അറബി ഭാഷ അത് ബഹുമാനമുള്ള ഭാഷയാണ്. ബാക്കിയുള്ള ഭാഷകളൊക്കെ തുല്യമാണ്. അല്ലാഹുവിന്റെ കലാമ്, അല്ലാഹുവിന്റെ കിതാബുകൾ ഇറങ്ങിയ ഭാഷ ഒഴിച്ച് ബാക്കിയുള്ള ഭാഷക്ക് പ്രത്യേകത പറയാൻ ഇല്ല. പക്ഷേ ഇംഗ്ലീഷ് ഭാഷക്ക് ഭൗതികമായി ഒരു പ്രത്യേകതയുണ്ട്. ലോകമഹായുദ്ധം നടന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാർക്ക്, ഈ ആംഗ്ലേയർക്ക്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് അവരുടെ അക്രമ പ്രവർത്തനങ്ങളിലെ കാരണമായി, അല്ലാതെ അവരുടെ സംസ്കാരത്തിന്റെ ഗുണം കൊണ്ടല്ല, തെക്കുവ കൊണ്ടുമല്ല, അക്രമ പ്രവർത്തനങ്ങളുടെ കാരണമായി ലോകത്ത് മേൽക്കോയ്മ സൃഷ്ടിക്കാൻ സാധിച്ചത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്കാണ്. ആ അക്രമത്തിന്റെ മറവിൽ ലോകമൊട്ടാകെ അവർ പിടിച്ചെടുക്കാനും ലോകമൊട്ടാകെ മേൽക്കോയ്മ ഉണ്ടാക്കാനും ഈ സാമ്രാജ്യത്വ ശക്തികൾ പരിശ്രമിച്ചതിനാൽ ലോകം മുഴുക്കെ ഇന്ന് അവരുടെ ഭാഷയെ ആശ്രയിക്കേണ്ട രൂപത്തിൽ ഉള്ള ഒരു ചുറ്റുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, എന്ത്, ഞാൻ എതിരാളിയുടെ ആശയങ്ങളൊക്കെ പഠിക്കും, എതിരാളിയുടെ ഭാഷകൾ ഞാൻ പഠിക്കും. എന്തിന്? അത് എന്തിനാണ്? അവനെ നേരിടാൻ വേണ്ടിയാണ്. അവനെ നേരിടാൻ വേണ്ടി പഠിക്കും. അപ്പോ നമ്മൾ ഒരു വിഷയം പഠിച്ചാലേ നേരിടാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ ഭീഷണി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളാണ്. അവരെ വ്യക്തമായും ശക്തമായും നമുക്ക് നേരിടാൻ സാധിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ മുസ്ലിം സമുദായം കൈവശപ്പെടുത്തിയിരിക്കൽ അനിവാര്യമാണ്. മുസ്ലിം യുവതലമുറ ഇംഗ്ലീഷ് ഭാഷ കൈവശപ്പെടുത്തും എങ്കിലേ മുസ്ലിം സമുദായത്തിന്റെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കഠിന ശത്രുക്കളായ സാമ്രാജ്യത്വ ശക്തികളെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ ഇന്ന് അനിവാര്യമാണ്, നിർബന്ധമാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേകം ഒരു ബഹുമാനം ഉള്ളതുകൊണ്ടല്ല, സാഹചര്യം അതാണ് തേടുന്നത് എന്നർത്ഥം. നിങ്ങൾ മനസ്സിലാക്കും, അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്. ഇന്ന് അത് അനിവാര്യമാണ്. അള്ളാഹു ലോകത്ത് ഇസ്ലാം ദീൻ നിലനിർത്തിയത് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലത്ത് നക്ഷത്രശാസ്ത്രത്തെ കുറിച്ച് വലിയ വിവരമുള്ള ആൾക്കാരാണ്, ഗോളശാസ്ത്രം. അപ്പൊ അല്ലാഹു തആല ഇബ്രാഹിം നബി ഇസ്ലാമിന് കൊടുത്തത് എന്താണ്? എല്ലാ ഗോളശാസ്ത്രജ്ഞന്മാരെയും പരാജയപ്പെടുത്തുന്ന മുഅ്ജിസത്ത്. അതല്ലേ കദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ നമ്മളങ്ങ് കാണിച്ചു കൊടുത്തു നബിയെ. ഇബ്രാഹിം നബി ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും വ്യാഴവും എല്ലാ ഗോളങ്ങളെയും നന്നായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുകയാണ്. സർവ്വ നക്ഷത്രങ്ങളെയും കാണുകയാണ്. സ്വർഗവും നരകവും വരെ കാണുകയാണ്. സ്വർഗത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയിരിക്കുന്ന ഇരിപ്പിടം പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുകയാണ്. കാരണം ഗോളശാസ്ത്രപരമായി വലിയ വിവരമുള്ള ജനങ്ങളാണെന്നുള്ളത്. അവരെ നേരിടണമെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധകരായ, ദീനിന്റെ പ്രബോധകരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഗോളശാസ്ത്രത്തെ പരാജയപ്പെടുത്തുന്ന അറിവ് വേണം. അത് അല്ലാഹു അങ്ങ് കൊടുത്തു എന്നാ ഖുർആൻ പറയുന്നത്. കദാലിക നുരീബ് ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വരുന്ന സമയം, അല്ലേ അമ്പിയാക്കളല്ലേ നമ്മളെ നേതാക്കന്മാര്, അതാ നമ്മളെ നേതാവ് മൂസ അലൈഹിസ്സലാം വരുന്ന സമയം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം സിഹിർ കൊണ്ട് പല തട്ടിപ്പുകളും നടത്തുന്ന, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ വ്യാജന്മാരെ കുറിച്ചല്ലേ ചർച്ച, വ്യാജന്മാര് കാണിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചല്ലേ ചർച്ച. നമ്മളൊരുപാട് കാലം പറഞ്ഞതല്ലേ കള്ളത്തരീക്കത്തിനെതിരെ.
വ്യാജന്മാരെ കാണിക്കുന്ന അത്ഭുത സിദ്ധികൾക്കെതിരെ ധാരാളം പറഞ്ഞവർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരല്ലേ? അഭിമാനത്തോടെ നമുക്കിപ്പോഴും പറയാമല്ലോ, ഞങ്ങൾ എപ്പോഴും പറഞ്ഞതല്ലേ, അത്ഭുതം കാണിക്കുന്നത് കൊണ്ടൊരു കാര്യം ഒരു വ്യക്തി സത്യത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൂടാ. ദജ്ജാല് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ ദജ്ജാല് മരിച്ചവരെ പോലും ഹയാത്താക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആള് വ്യാജനാണ് കേട്ടോ. ദജ്ജാല് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കബളിപ്പിക്കുന്നവനെന്നാണ്. അപ്പൊ കബളിപ്പിക്കുന്ന ദജ്ജാല് മരിച്ചവരെ ഹയാത്താക്കി കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതം കാണുന്ന സ്ഥലത്തേക്കൊക്കെ ഓടിപ്പോയിക്കൂടാ. അത്ഭുതം കാണുന്നിടത്തൊക്കെ പോയിട്ട് ഉള്ള പണമൊക്കെ വലിച്ചിട്ട് കൊടുത്തുകൂടാ. അത്ഭുതം കാണുന്ന സ്ഥലത്തൊക്കെ പോകണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് സഹോദരന്മാരെ, അല്ലാഹ് ബഹുമാനിച്ച അമ്പിയാക്കൾക്ക് അത്ഭുതങ്ങൾ കാണിക്കലുണ്ട്, ഔലിയാക്കൾ അത്ഭുതം പ്രകടിപ്പിക്കലുണ്ട്. അതൊട്ട് നിഷേധിക്കാനും പോകണ്ട. അപ്പൊ ഒറിജിനലിന് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിനെ ചൂണ്ടിക്കാണിച്ച് ഒറിജിനലിനെ ചോദ്യം ചെയ്യരുത്. ഒറിജിനലിന്റെ മറവിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെലവാക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. ഈ തത്വത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധം വേണം. അത് നിയമപാലകർക്കും ബോധം വേണം, രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ബോധം വേണം, എല്ലാ കക്ഷികൾക്കും ബോധം വേണം. എല്ലാ തങ്ങന്മാരെയും കുറ്റം പറയാൻ പോകണ്ട, എല്ലാ ആലിമീങ്ങളെയും കുറ്റം പറയാൻ പോകണ്ട, എല്ലാ ഔലിയാക്കളെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട. അതേ സമയത്ത് ഓ സഹോദരന്മാരെ, വ്യാജന്മാര് ധാരാളമുണ്ട്. അല്ല, വ്യാജന്മാരാണ് കൂടുതലുള്ളത്. അതിനെ ശക്തിയായി നേരിടുകയും വേണം. അതാണ് സത്യത്തിന്റെ വക്താക്കൾക്ക് പറയാനുള്ളത്. അതിന്റെ പേരിൽ ആരും തല്ലുണ്ടാക്കുമൊന്നും വേണ്ട. ഇരിക്കട്ടെ സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വ്യാജന്മാര് ധാരാളമുണ്ട്, അത്ഭുതം കാണിക്കുന്ന വ്യാജന്മാര്. അവരാണ് സാഹിരികൾ എന്ന് പറയും. സിഹിർ കൊണ്ട് പല അത്ഭുതവും കാണിക്കുക. അപ്പൊ അവരെ പരാജയപ്പെടുത്തണം, എങ്കിലേ ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ കഴിയൂ. അപ്പൊ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തത് എന്താണ്? എല്ലാ അത്ഭുതങ്ങളെയും പരാജയപ്പെടുന്ന വടി. മൂസാ നബിന്റെ വടിയും കിട്ടുമ്പോ സാഹിര്യങ്ങളുടെ വടിയും കയറും കാണുന്നില്ല, മുഴുവൻ മൂസാ നബിന്റെ വടിന്റെ വയറ്റിലായിപ്പോയി. സുബ്ഹാനല്ലാഹ്, അവരുടെ വിശ്വസിച്ചു. അപ്പൊ ആ നിലക്കുള്ള വടി കണ്ടോ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയണം. മൂസാ നബി ഇസ്ലാമിന്റെ കാലമാണ്. ഈസാ നബി ഇസ്ലാമിന്റെ കാലം വന്നപ്പോഴോ വൈദ്യശാസ്ത്രം പുരോഗമിച്ച കാലമാണ്. വലിയ വലിയ രോഗത്തിനൊക്കെ ചികിത്സിച്ചിട്ട് വൈദ്യന്മാര് രോഗം മാറി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അവരാ വലിയ ആൾക്കാര്. അവരെ പരാജയപ്പെടുന്ന നിലക്ക് ഇസ്ലാമിന്റെ ദീനിന്റെ നേതാവായ നബിയാകണം. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന മുഅ്ജിസത്ത്, എല്ലാ വൈദ്യശാസ്ത്രത്തെയും വെല്ലുവിളിക്കുന്ന മുഅ്ജിസത്ത്, അന്നീ അഖ്ലുഖു ലക്കും മിനത്ത്-തീരി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉ ലക്കും വൽ അബ്റസ വഉഹിൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഈസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, കളിമണ്ണ് കൊണ്ട് പക്ഷിയുണ്ടാക്കിയിട്ട് ഞാൻ ഊതിയിട്ട്, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ ഊതിയിട്ട് കളിമണ്ണുകൊണ്ട് പക്ഷി ഉണ്ടാക്കി ഞാൻ ഊതിയാൽ പക്ഷിയായിട്ടങ്ങ് പറന്നു പോകും. കടവാതിലിന്റെ കോലത്തിലാ ആ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം പക്ഷിയെ ഉണ്ടാക്കിയത്. എന്റെ ഉമ്മാരെ അന്ധവിശ്വാസം വിശ്വസിക്കല്ലേ. ചില പെണ്ണുങ്ങൾ പറയും കടവാതിലിനെ പഠിച്ച ഈസാ നബിയാണ്. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾക്ക് ഒരു വിശ്വാസം. ആ വിശ്വാസം തെറ്റാണ് കേട്ടോ. കടവാതിലിനെ പഠിച്ച അള്ളന്നെ. ചിലരൊക്കെ പറയും വേറൊരു ജീവിയുണ്ട്, ഈ നീർനാഴി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. നീർനാഴി, ഇവിടെ എന്താ പറയാ, നീർനാഴി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. ആ മൂപ്പര് ഈ സ്റ്റേറ്റ് ബസ് പോലെയാണ്, ഒറ്റ ഡോറ. അതായത് തിന്നലും വിസർജിക്കലും ഒരു ഡോർ കൂടിയാണ് എന്നാണ്. അപ്പോ ഈ നീർനാഴി എന്ന് പറയുന്ന ജീവി അതിനെ പഠിച്ച വേറൊരാളാണ്. പിന്നെ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടിന്റെ അണ്ടി പുറത്തു ഈ മാങ്ങ വേറെയാണല്ലോ. അപ്പൊ അത് പഠിച്ച വേറൊരാളാന്നൊക്കെ ചിലർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ്. എല്ലാ സൃഷ്ടികളെയും പഠിച്ചത് അല്ലാഹു തആല തന്നെയാണ്. പിന്നെ ഞാനിപ്പോ പറഞ്ഞെന്താണ്, അല്ലാഹു തആല പടച്ച ഒരു ജീവിയാണ് കടവാതിൽ. ആ കടവാതിലിന്റെ രൂപത്തിലായിരുന്നു ഈസാ നബി ഇസ്ലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയത്. എന്റെ കടവാതിലിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളൊരു പണ്ഡിതന്മാര് പല കാരണം പറയുന്നു. കടവാതിലിന് മനുഷ്യനുമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്നാ. മനുഷ്യന് സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാവുമല്ലോ, അതുപോലെ കടവാതിലിന്റെ സ്ത്രീകൾക്കും മെൻസസ് ഉണ്ടാവുന്ന പറയും. മെൻസസ് ഉണ്ടാവുന്നതുകൊണ്ട് 7 ദിവസവും 15 ദിവസവും എന്നിട്ട് നിസ്കാരം ഇല്ലാണ്ടാകുന്ന കണക്കും ഒന്നും ഉണ്ടാവില്ല. മെൻസസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ജീവിക്കും
അതിന് രക്തം കാണുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നർത്ഥം. ആ ജീവിയെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജീവിയുടെ രൂപത്തിലാണ് കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി. ആ പക്ഷിയെ ഈസാ നബി സ്വലാത്തു വസ്സലാം ഊതുമ്പോൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷി പറന്നു പോകുന്ന പറയും. അപ്പൊ ആ നിലക്ക് ഉള്ള മജിസ്. പിന്നെയോ അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ് വഉബരിഉൽ അക്മഹ വൽ അബ്റസ. ഞാൻ പിറവിയിലെ ഉള്ള അന്ധത മാറ്റിത്തരും. ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, ജനിക്കുമ്പോ തന്നെ കണ്ണ് കണ്ടുകൂടാത്ത ആളുകൾക്ക് ഞാൻ കാഴ്ചണ്ടാക്കി തരും. വല്ലബ്റസ, വെള്ളപ്പാണ്ട് രോഗം ഞാൻ മാറ്റിത്തരും. വഉഹ്യിൽ മൗത്താ, ഞാൻ മരിച്ചവരെ ഹയാത്താക്കിത്തരും. ബിഇദ്നില്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. അള്ള കഴിവ് തരുന്നത് കൊണ്ടാണ്, എന്റെ സ്വന്തം കഴിവല്ല, അള്ള തരുന്ന കഴിവാണ്. അങ്ങനെ ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈസാ നിങ്ങളല്ലേ മരിച്ചവരെ ഹയാത്താക്കുന്നു? ആ എന്നാ മരിച്ച ഒന്ന് രണ്ടാളിതം ഒന്ന് ഹയാത്താക്കിയാട്ടെ. ഈസാ നബി അലൈഹി സ്വലാം വിളിച്ചപ്പോ മീറ്റിംഗ് വന്ന്. അപ്പൊ ഇവര് പറഞ്ഞ് ആദ്യം അവർ ബോധം കെട്ടേന് നമ്മൾ മരിച്ചാൽ വിചാരിച്ചതാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പിന്നെ ആരെയാണോ ജീവിക്കോട്ട്, നീ ഒരാളെ പറ, ഒരു 900 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാളെ കബറ് കാണിച്ചു തരാം, ജീവിപ്പിച്ചു തരുമോ ചോദിച്ചു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കാണിക്കുന്നത്. കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആരെ കബറ്? സുബ്ഹാനല്ലാഹ്, സാമുവിന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമിന്റെ കബറ്. സാമിന്റെ കബർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇത്തിരി ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ സാമിന്റെ കബർ കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാം പോയിട്ട് ഒരൊറ്റ വിളി, സാമ എഴുന്നേറ്റ് വന്നില്ലേ കബറിന്ന്? കബർ നിങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്തേ നിങ്ങളെ താടിയും തലയൊക്കെ നരച്ചു കാണുന്നു? നിങ്ങളെ കാലഘട്ടത്തിൽ നരയില്ല എന്നല്ലേ ചരിത്രം, നിങ്ങൾ നരച്ചു കാണുന്നത് എന്താണ്? അപ്പോഴല്ലേ സാമിന്റെ മറുപടി, ഓ നബിയായവരെ, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ അതാ ഖബറിൽ കിടക്കുന്നവരെ വിളിക്കൽ ഇസ്രാഫീലല്ലേ? അത് പടച്ചവന്റെ കോടതിയിലേക്ക് പോകാനുള്ള വിളിയല്ലേ? ഞാൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് വരികയാണെന്ന ചിന്ത എന്റെ മനസ്സിലങ്ങ് വന്നപ്പോൾ റബ്ബിന്റെ കോടതി പേടിച്ച് എന്റെ കറുത്ത രോമങ്ങൾ വെളുത്തുപോയി. സാമിന്റെ മറുപടിയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. സഹോദരന്മാരെ, അങ്ങനെ മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ.